ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഹാൻഡ് ഡ്രൈലിൻ്റെ വർക്കുമായിട്ടാണ്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുക്കൊന്ന് സ്ക്വയർ ട്യൂബിലാണ്. അതേപോലെ അതിൽ നമ്മൾ ഫ്ലവർ വെക്കാനുള്ള തട്ടുകളും ഇതൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫിനിഷിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചെറിയ രീതിയിൽ. പിന്നെ അതിന് മുകളിൽ തട്ട് വെക്കാനുള്ള പൈപ്പൊക്കെ ഓടിക്കാനുണ്ട് നമുക്ക്. പിന്നെ വെൽഡിങ്, പിന്നെ മോൾ വശത്ത് നമുക്ക് സാധാരണ ഇപ്പോൾ മെയിൻ സ്ലാബിലേക്ക് കൊടുക്കുന്നില്ല, സാധാരണ നോർമലായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് പോലെയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ടൈലിൽ തുളച്ചിട്ട് ഒരു സ്റ്റെപ്പിൽ 2 ട്യൂബ് എന്ന നിലയിലാണ് ഈ വർക്ക് ചെയ്യുന്നത്. പിന്നെ അധികം ഗ്യാപ്പ് ഉണ്ടാവില്ല. മാക്സിമം നമുക്കൊരു ഇതിൻ്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ ഗ്യാപ്പ് വരുള്ളൂ. 10 വരില്ല. അത് നമ്മൾ പ്ലെയിൻ ഭാഗത്തൊക്കെ ആകുമ്പോൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ഗ്യാപ്പ് കുറയ്ക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് കൂടി കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ പരമാവധി ഗ്യാപ്പ് കുറച്ചിട്ടാണ് നമ്മൾ ഈ പൈപ്പുകൾ വെക്കുക. സ്റ്റെപ്പിൽ പിന്നെ നമുക്ക് 2 കൊടുക്കാൻ പറ്റത് 1:1 നമ്മൾ സാധാരണ കൊടുക്കുന്നത്. സാധാരണ എല്ലാവരും കൊടുക്കാറുള്ളത് ഒരു 3/4 ട്യൂബ് അല്ലെങ്കിൽ 1/2 ട്യൂബൊക്കെയാണ് കൊടുക്കാറുള്ളത്. ഇപ്പോൾ 2 തമ്മിൽ നമുക്കൊരു ഭംഗി കാണാൻ കൂടുതൽ ഭംഗി വരികയാണെങ്കിൽ 1:1 കൊടുക്കുമ്പോൾ നല്ലൊരു ഹെവി വർക്ക് പോലെ തോന്നും ചെയ്യും. 3/4 തീരെ ഒരു ഇരയില്ലാത്ത പോലെ ആവും. പിന്നെ ഇതിൻ്റെ ടോപ്പിലാണെങ്കിൽ ഇത് പിന്നീട് വല്ല മരം കൊടുക്കുമ്പോഴൊക്കെ ആ മരത്തിൻ്റെ തിക്കൻസ് വരുമ്പോൾ പൈപ്പ് കാണാൻ ഒരു നല്ലൊരു ഭംഗിയാവും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്കുള്ള ഫ്രെയിം 2 സൈഡിൽ ഓരോ പൈപ്പ് കൊടുത്തിട്ട് അതിനെ കറക്റ്റ് ലെവൽ കിട്ടാനാണ് ഇപ്പോൾ 2 തലക്കൊക്കെ പൈപ്പ് കൊടുക്കുന്നത്. അതേപോലെ നമ്മളിപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡായിരിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിച്ചൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് സ്പീഡ് കൂട്ടിച്ചിട്ടുണ്ട് വീഡിയോയ്ക്ക്. അപ്പോൾ അത് ക്ഷമിക്കുക. ഇന്നിപ്പോൾ നമ്മളിതിൻ്റെ ഫ്ലവർ വെക്കാനുള്ള പൈപ്പുകളാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ ഒരു മൾട്ടിവുഡിൻ്റെ പീസ് 4 ഇഞ്ച് 10 ഇഞ്ചാണ് ഇതിൻ്റെ അകലം വരുന്നത്. 4 ഇഞ്ചിൻ്റെ വീതിയിലുള്ള ഒരു മൾട്ടിവുഡിൻ്റെ പീസ് നമ്മൾ ഇതിന് മുകളിൽ വെച്ച് സ്ക്രൂ ചെയ്യുന്നതാണ്. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്ലവർ വെക്കുക. ഫ്ലവർ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. കാരണം 2 തട്ട് ഫ്ലവർ വരും. ഫ്ലവർ വരുമ്പോൾ സാധാരണ നമുക്ക് സ്റ്റെയർ കേസിൽ വെറുതെ ഒരു പ്ലെയിനായിട്ട് കിടക്കുന്നതായിട്ട് കൂടുതലും ഭംഗി കിട്ടും ചെയ്യും. കാണാൻ നല്ലൊരു രസമാവും ചെയ്യും ഫ്ലവറൊക്കെ വെച്ചിട്ട്. ഇന്നിപ്പോൾ ഇതിൻ്റെ തട്ട് വെക്കലൊക്കെയാണ് ഞാൻ ഒറ്റയ്ക്കുള്ള വർക്ക് ചെയ്യുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് പണി ചെയ്യുമ്പോൾ ഞായറാഴ്ച വരും. ഇപ്പോൾ നിസ്സാരമായി കുറച്ച് പരിപാടികളുള്ളൂ. ഒന്ന് അപ്പോക്സി പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്യുക, പിന്നെ ഈ ഫ്ലവറിനുള്ള പൈപ്പൊക്കെ ഒന്ന് ഓടിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മൾട്ടിവുഡിൻ്റെ പീസ് അത് പിന്നെ പാർട്ടി വെക്കും. നമുക്ക് അത് പിന്നെ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. അത് പിന്നെ പാർട്ടിക്കാർ വെച്ചോളും. പിന്നെ അതേപോലെ ഇതിൻ്റെ മുകളിലുള്ള ഫ്ലവറും അവർ മേടിച്ച് വെക്കണതാണ്. നമുക്ക് പിന്നെ അതൊന്നും നമ്മുടെ അതിൽ പെടുന്നില്ല. അത് പിന്നെ അവരെ പാർട്ടിയുടെ ഇഷ്ടത്തിന് അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ അത് തന്നെ നമുക്ക് ഇപ്പോൾ ഈ പൈപ്പ് ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ വർക്ക് കഴിഞ്ഞു. ഇപ്പം അധികം വർക്കുകളൊന്നും ഇല്ല. ഇനിയിപ്പോൾ ഒന്ന് പെയിൻ്റൊക്കെ ടച്ച് ചെയ്താൽ നമ്മൾ പിടുത്തമിട്ട് നമുക്ക് നേരത്തെ പോകാച്ചിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതേപോലെ നമ്മുടെ വീഡിയോ ഒക്കെ നന്നായി കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നന്നായി നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ നല്ല കമൻറ്റുകൾ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾക്കൊക്കെ നമ്മൾ പരമാവധി മറുപടി തരുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.